പറഞ്ഞുകൊണ്ട് എന്തായിരുന്നു മാനസികാവസ്ഥ? എനിക്ക് വെടി വെച്ച് കൊല്ലണം എന്നുണ്ടായിരുന്നു രണ്ടുപേരെയും. സോറി. അത് തന്നെയായിരുന്നു എൻ്റെ ഇന്നും അതാണ് എൻ്റെ മാനസികാവസ്ഥ. ആര്യ ബെഡായി. അപ്പൊ ആര്യൻ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്നത് എന്ന് പറഞ്ഞാൽ ബെഡായി ബംഗ്ലാവ് പരിപാടി കൂടെയൊക്കെ എല്ലാവർക്കും അറിയാവുന്നത്. എനിക്കും ആര്യനെ ആദ്യമായിട്ട് അറിയാവുന്നത് അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ആര്യ ബിഗ് ബോസിനകത്തേക്ക് പോയി. ബിഗ് ബോസിനകത്ത് ആര്യയ്ക്ക് ഭയങ്കര രീതിക്കുള്ള ഹെയ്റ്റ് ബിഗ് ബോസ് വഴി ആര്യക്ക് ഉണ്ടായി. അപ്പൊ ബിഗ് ബോസിന്റെ ആ ഒരു സമയത്ത് ആര്യ എന്നുള്ള ആ ഒരു ആര്യനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, എനിക്ക് ആര്യനെ ആ ഒരു സമയത്ത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോഴത്തേക്കും ആര്യ ബിഗ് ബോസിനകത്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു കണ്ടസ്റ്റന്റ് എങ്ങനെയാണ്, ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എങ്ങനെയാണ് അതിനകത്ത് പെരുമാറുന്നത് അതേപോലെ തന്നെയാണ് ആര്യനകത്ത് പെരുമാറിയത്. അപ്പൊ നമുക്ക് ഒരിക്കലും ആര്യനെ ബിഗ് ബോസിന്റെ പേരിനകത്ത് ആര്യനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ ഇപ്പൊ നമ്മൾ ആര്യയുടെ വിഷയമായിട്ട് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ആര്യയുടെ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായി. അപ്പൊ ആ ഇന്റർവ്യൂവിനകത്ത് ആര്യയുടെ ലൈഫിനകത്ത് കാണുന്ന പല കാര്യങ്ങളും ആര്യ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആര്യയുടെ ലൈഫിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ ആര്യയുടെ ആ ഒരു ആദ്യം ആര്യയ്ക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ടായി. ആ ഒരു ഹസ്ബൻഡിനകത്ത് ആര്യയ്ക്ക് ഒരു കുട്ടി ഉണ്ടായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ബന്ധം റിലേഷൻഷിപ്പ് ആര്യയുടെ ബ്രേക്കായി, അതൊരു ഡിവോഴ്സിനകത്തേക്ക് എത്തി. പിന്നെ ആര്യ അത് കഴിഞ്ഞിട്ട് ആര്യയ്ക്ക് പിന്നെ ഒരു ലവർ വന്ന് അങ്ങനെ അവരുടെ ലൈഫ് നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ബിഗ് ബോസിനകത്തെ കാര്യം പോകുന്നത്. അപ്പൊ ഈ ബിഗ് ബോസിനകത്തെ കാര്യം പോയി കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ആര്യയുടെ ഹസ്ബൻഡ്, അതായത് ഇപ്പോൾ ഉള്ള ലവറിന്റെയോ കാര്യങ്ങളോ ഒന്നും ആര്യ പിന്നെ അറിയുള്ളല്ലോ. കാര്യം ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഡിസ്കണക്റ്റഡ് ആണ് ഇപ്പോഴത്തെ വേൾഡുമായിട്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ആര്യയുടെ ഈ ലവർ എന്ത് ചെയ്ത്, ആര്യയുടെ ലവർ ആര്യയുടെ തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് വേറൊരു റിലേഷൻഷിപ്പ്, ഒരു അവിഹിതം പോലത്തെ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് വന്നിട്ട് അവർ ലാസ്റ്റ് ആര്യനെ ഇട്ടിട്ട് പോകുന്നൊരവസ്ഥ വരെ ഉണ്ടായി. ആര്യ അവസാനം പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ഒരു വിഷയമൊക്കെ ആര്യ അറിയുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തിനെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആര്യയുടെ ആ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് പുള്ളിക്കാരി ആ ഒരു സമയത്ത് ഫീൽ ചെയ്തതെന്നൊക്കെ. അപ്പൊ നമുക്ക് ആ ഇന്റർവ്യൂയുടെ കുറച്ച് പോർഷൻസ് ഒന്ന് കണ്ടുനോക്കാം. ഈ ബിഗ് ബോസിന്റെ സമയത്താണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം. ലവറാണ് ഒരു പക്ഷേ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതൊക്കെ. അത് ശരിക്കും അതിനകത്തൊരു പ്ലാനിങ് ഉണ്ടായിരുന്നോ? എനിക്ക് ഇന്നിപ്പോൾ അത് ചിന്തിക്കുമ്പോൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഈ ഷോയിൽ പോകാൻ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതും എന്നെ പുഷ് ചെയ്തതും ഒക്കെ അദ്ദേഹമായിരുന്നു. കാരണം ഞാൻ ഭയങ്കര ഡബിൾ മൈൻഡഡ് ആയിരുന്നു അപ്പോഴും. പോണോ കാരണം കുഞ്ഞുണ്ട്, അച്ഛൻ മരിച്ചിട്ട് അധികം ആയിട്ടും ഇല്ല, 1 year ഒക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കിതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഭയങ്കരമായ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എല്ലാ സപ്പോർട്ടും തന്ന് ഇൻഫാക്ട് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത് വരെ ആളാണ്. അത്രയും സപ്പോർട്ടീവായിട്ട് നിന്ന ആളാണ്. അപ്പൊ ഇന്ന് ഞാനത് ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ചേട്ടൻ പറയുന്ന പോയിന്റ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. വാസ് ഇറ്റ് എ പ്ലാൻഡ് തിങ്? അതായത് ഞാൻ ആ ഒരു അത്രയും ദിവസം അറിയാമല്ലോ, ഒരു കണക്ഷനും ഉണ്ടാവില്ല പുറം ലോകമായിട്ട്. അപ്പൊ ആ ഒരു ടൈം പീരീഡ് യൂസ് ചെയ്ത് ഡിറ്റാച്ച് ആയി പോവാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു എന്ന്. നമ്മളിപ്പോ ഈ ആര്യയുടെ ഈ ഒരു ലൈഫിനകത്ത് നടന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. കാര്യം ഇയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യയുടെ അടുത്ത് അത്രയും സ്നേഹത്തിലാണ് ഈ ഒരു ബിഗ് ബോസിന് തൊട്ട് മുന്നേ വരെ ഇരുന്നേച്ചത്. അപ്പൊ അത് എത്രത്തോളം അതിനകത്തൊക്കെ ജെന്യൂനിറ്റി ഉണ്ടെന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. അപ്പൊ അങ്ങനെ ഇരുന്ന ഒരാള് അതായത് ഇപ്പൊ നമ്മളൊരു റിലേഷനൊക്കെ നമുക്ക് പറ്റുള്ള ആ ഒരു റിലേഷൻ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളെങ്കിൽ നമുക്ക് മാന്യമായിട്ട് ബ്രേക്കപ്പ് ചെയ്യാം അയാളോട് പറഞ്ഞിട്ട്. പക്ഷെ ഇത് ഒരു വാക്ക് പോലും മിണ്ടാണ്ട് ഈ ഒരു ബിഗ് ബോസിന്റെ സമയത്ത് ആ ഒരു ഗ്യാപ്പ് മുതലെടുത്തിട്ട് ആര്യയുടെ തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ വളച്ച് ലാസ്റ്റ് അവരെ എന്നിട്ട് വേറൊരു ഇതായിട്ടൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞാൽ അത് കൊടും ചതിയാണ്. അപ്പൊ ഇങ്ങനെയൊന്നും ആരോട് ചെയ്യാണ്ടിരിക്കുക. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ ഒരു പ്ലാനിങ് തന്നെയായിട്ടാണ് എനിക്കും തോന്നുന്നത് കാണുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ ഫോണ് തരുന്നതും ഞാൻ ഈ വിളിക്കുന്നതും ആളെടുക്കാത്തതും. അപ്പം മൊത്തത്തിൽ ഐ പാനിക്ഡ്. എനിക്ക് നമ്മൾ ഈ ബ്ലാങ്ക് ആവുക എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യണം എന്നും അറിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയായിപ്പോയി. ഫോൺ വിളിച്ചിട്ട് ഞാൻ ബാക്ക് ടു ബാക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബൈ ഹാർട്ട് അറിയാവുന്ന ആളുടെ നമ്പർ മാത്രമേ ഉള്ളൂ. ആ നമ്പർ മാത്രമാണ് ഞാൻ ഫസ്റ്റ് ഡയൽ ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞിനെ പോലും ഞാൻ വിളിച്ചില്ല. ആ നമ്പർ ഡയൽ ചെയ്തിട്ട് ഞാൻ വിളിക്കുന്നു, ആളെ എടുക്കുന്നില്ല. റിങ് പോകുന്നുണ്ട്, എടുക്കുന്നില്ല. അവസാനം പാനിക്കായിട്ട് ഞാൻ എൻ്റെ സിസ്റ്ററിനെയാണ് നെക്സ്റ്റ് വിളിക്കുന്നത്. ഞാൻ എൻ്റെ സിസ്റ്ററിനെ വിളിച്ചു. എന്നിട്ട് ഞാൻ അവളോട് കാര്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ തിരിച്ചു വരുവാണ്, ഷോ വൈൻഡപ്പ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു ആള് എവിടെയാണ്, ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഷീസ് ആണോ എടുക്കുന്നില്ലേ, ഓക്കെ തിരക്കായിരിക്കും, ഞാൻ വിളിക്കാൻ പറയാം. അവളുടെ പറച്ചിലും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. there was something wrong in the way അവൾ എന്നെ അപ്സെറ്റ് ആക്കണ്ട എന്നുള്ള രീതിയിലാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായി.
ഓക്കെ, അപ്പൊ ആര്യ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരനെ ഫോൺ ചെയ്യാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കണേ. കാര്യം ആരാണെങ്കിലും ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും നമ്മൾ ആദ്യം വിളിക്കാനായിട്ട് ട്രൈ ചെയ്യണം. കാര്യം അത്രയും നാൾ 100 ദിവസത്തിന്റെ അടുത്ത് അങ്ങനെ ഒരു പ്രോഗ്രാമിനകത്ത് നിന്നിട്ട് പുറത്തിറങ്ങണേണ്. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ വിളിക്കാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഫോൺ എടുക്കല്ല. ഇങ്ങനെ ഫോൺ എടുക്കാണ്ട് പുള്ളിക്കാരനാണെങ്കിൽ ഗൾഫിനകത്താണ്. അപ്പൊ ആ ഒരു സമയത്ത് ആര്യ ഇങ്ങനെ വിളിച്ച് കണ്ടിട്ട് ട്രൈ ചെയ്യാണ്ട് ലാസ്റ്റ് ഒടുക്ക് ഇങ്ങനെ ഫോൺ എടുക്കണേണ്. ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് അതായത് ഒരു ദിവസത്തിന്റെ അടുത്ത് എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാണ്ടിരുന്നതിനുള്ള റീസൺ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊന്നും കേട്ടോ. ഞാൻ ജാൻ എന്നാണ് വിളിക്കണേ. ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ ഇന്നലെ തൊട്ട് വിളിക്കാൻ ട്രൈ ചെയ്യാണ്, ഞാൻ ഉറങ്ങുമായിരുന്നു. ഇതായിരുന്നു ആളുടെ ഫസ്റ്റ് റെസ്പോൺസ്. ആദ്യം ഫോൺ എടുത്തിട്ടുള്ള മറുപടിയാണ് ഞാൻ ഉറങ്ങണായിരുന്നു. എവിടെ അത്ര നാളും ഇഷ്ടത്തിനകത്ത് ഇരുന്നിട്ട് ഉള്ള ആളുടെ, അതായത് ഒരു ദിവസം ഫുൾ ഒരാളെ നിന്ന് വിളിച്ചോണ്ടിരിക്കണാണ്. അത്രയും ടെൻഷനായിട്ട്, അത്രയും പാനിക്കായിട്ട്, അത്ര 100 ദിവസം ഒരു പരിപാടിയുടെ ഉള്ളിനകത്ത് നിന്നിട്ട് ഒരാൾ ഫോൺ ചെയ്യണാണ്. ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് അപ്പുറത്തുനിന്നുള്ള മറുപടിയാണ് ഞാൻ ഉറങ്ങണായിരുന്നു. അപ്പൊ ഇങ്ങനെ ഉളുപ്പില്ലാത്ത കുറെ എണ്ണങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ ലോകത്തുനിന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ബാക്കി ഇനി ആര് എങ്ങനെയാണ് ആ ഒരു സമയത്ത് ഫീൽ ചെയ്തത്. അതായത് ഇങ്ങനത്തെ പെരുമാറ്റവും അതേപോലെ ഈ ഒരു ഇങ്ങനെ കാണിക്കലൊക്കെ കൊണ്ട് ഇതൊക്കെ ആര്യം അറിഞ്ഞ ആ ഒരു സമയത്ത് ചെറുതായിട്ടൊക്കെ. അപ്പൊ ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഈ പുള്ളിക്കാരി ഫീൽ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആര്യം പറയേണ്ടത്. ഐ വാസ് ഡിപ്രസ്ഡ്. ഐ വാസ് എന്താ പറയുക, ഭയങ്കര ഒരു അജിറ്റേറ്റഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല വാട്ട് വെന്റ് റോങ് എന്ന് വെച്ചാൽ ഞാൻ അത്രയും ഇൻവെസ്റ്റഡ് ആയിരുന്നു ഈ റിലേഷൻഷിപ്പ്. ആ സമയത്ത് കോവിഡും കൂടെ ആയിരുന്നു. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ല. ആള് ദുബായിൽ, ഞാൻ എവിടെ ട്രിവാൻഡ്രത്ത്. നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഫോണിൽ വിളിച്ച ആൾക്ക് അവോയ്ഡ് ചെയ്യാൻ അപ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്. പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ഓഫീസിലാണ്, ഞാൻ മീറ്റിങ്ങിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു ഇതെന്താ സംഭവം എന്നുള്ളത്. പക്ഷെ ദൈവം സഹായിച്ച് ഞാൻ കണ്ടുപിടിച്ചു. അത് കറക്റ്റായിട്ട് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് തന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കണ്ടുപിടിച്ചു കഴിയുമ്പോൾ ഇവരുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് എത്രത്തോളം ആ ഒരു ഫേസിൽ കൂടെയൊക്കെ കടന്നു പോയേക്കണവര്. അതായത് ഇപ്പം നമ്മൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അയാൾ മാന്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ പിന്നെയും നമുക്ക് അതിനകത്തൊരു വിഷമം വരില്ല. കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൂട്ടാം. കാര്യം അയാൾക്ക് ഇന്ന കാരണം കൊണ്ടാണല്ലോ, ഒരു കാരണം ഉള്ളതുകൊണ്ടാണല്ലോ അയാൾ നമ്മളെ ഇട്ടിട്ട് പോയത് എന്നൊക്കെ നമുക്ക് പിന്നെയും നമുക്ക് കരുതാം. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ തേപ്പെന്ന് തന്നെ പറയാം ഈ ഒരു പരിപാടിനെ. നമ്മളോടൊന്നും നമ്മൾ എന്തിനാണെന്ന് പോലും നമുക്ക് മനസ്സിലാവാത്തൊരവസ്ഥേനകത്ത് കൂടെയാണ് ആര്യ ആ ഒരു സമയത്ത്. കാര്യം പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഡിപ്രസ്ഡ് ആയി, ആകെ മൊത്തം തകർന്നു പോയി. കാര്യം നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരാൾ ഇനി നമ്മുടെ കൂടെ ഇല്ല, അതും എന്തൊരു കാര്യത്തിനാണ് അയാൾ നമ്മൾ ഇട്ടിട്ട് പോയെന്ന് പോലും അറിയാത്തൊരവസ്ഥേനകത്ത് ഇരിക്കണേണ്. പിന്നെയാണ് പുള്ളിക്കാരി അറിയുന്ന പുള്ളിക്കാരിയുടെ തന്നെ ഒരു കൂട്ടുകാരിയായിട്ടാണ് ഇങ്ങനെ പോയേക്കണെന്നുള്ള കാര്യം. അപ്പൊ അതൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ആര്യക്ക് എങ്ങനെയാണ് അവരോട് റിയാക്ട് ചെയ്യേണ്ടതെന്ന് തോന്നിയതെന്നുള്ളൊരു കാര്യം പുള്ളിക്കാരി പറയുന്നുണ്ട്. അതൊന്ന് കണ്ടു. എന്തായിരുന്നു മാനസികാവസ്ഥ? എനിക്ക് വെടി വെച്ച് കൊല്ലണം എന്നുണ്ടായത് രണ്ടുപേരെ. സോറി, അത് തന്നെയായിരുന്നു എൻ്റെ ഇന്നും അതാണ് എൻ്റെ മാനസികാവസ്ഥ. I didn't want to break down. No, it's fine. Sorry. No, it's totally fine. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇത് പക്ഷെ കൊല്ലാനുള്ള ദേഷ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് പറയാം, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. അത് ചിലപ്പോൾ ഇത് ചിലർ ഭയങ്കര നെഗറ്റീവായിട്ട് എടുക്കുമായിരിക്കും. പക്ഷെ ഞാൻ ജെനുവിൻ ആയിട്ടുള്ള ഫീലിംഗ് പറയാം, അതിന് സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. എനിക്ക് എന്താ അതിനകത്ത് അഭിപ്രായം പറയേണ്ടതെന്ന് അറിയാം. സോറി. അല്ല, ഞാനിപ്പോൾ പറഞ്ഞത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെ ആരും ചിന്തിക്കാൻ പാടില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇതാ, ആര്യ അത്രയല്ലേ ചിന്തിച്ചുള്ളൂ എന്നാണ് ഞാനിവിടെ വിചാരിക്കുന്നത്. കാര്യം ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയ ഒരാളെന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം അവർ മാനസികമായിട്ട് തകർന്നു പോയിട്ടുണ്ടാവും. അതായത് ഈ നമ്മുടെ ഇമോഷൻസിനൊന്നും യാതൊരു വിലയും കൊടുക്കാണ്ട് ഒരാൾ നമ്മളെ അങ്ങ് ഇട്ടിട്ട് പോണേണ്. അത്ര നാൾ നമ്മുടെ കൂടെ ചിരിച്ചും കളിച്ചും നമ്മുടെയൊക്കെ ഒപ്പം നിന്ന ആൾ ഒരു ദിവസം നമ്മളെ അങ്ങോട്ട് ഒരു ഇതും ഇല്ലാണ്ട് നമ്മൾ അത്രയും ഒരു പരിപാടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതാണ് നമ്മൾ കാണുന്നത്. അയാൾ നമ്മളെ ഇട്ടിട്ട് പോയിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരിയുടെ കൂടെ അങ്ങ് പോണേണ്. അപ്പം ഇത് അറിയുമ്പോഴത്തേക്ക് എങ്ങനെയാണ്, അതായത് ഇപ്പൊ വെടിവെച്ച് കൊല്ലണമെന്നാണ് ആര്യ ഇവിടെ പറഞ്ഞത്, അത്രത്തോളം അല്ലേ ചിന്തിച്ചുള്ളൂ എന്നാണ് ഞാൻ ആലോചിക്കണത്. അമ്മാതിരിയൊക്കെ ഒരു സിറ്റുവേഷനകത്തേക്ക് ഒരാളെ ഇട്ട് കൊടുത്തിട്ട് ചുമ്മാ അങ്ങോട്ട് പോയ ഒരാളൊക്കെ
ഇത്രയും ഉളുപ്പില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്ത ഒരാളെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ കുറേ പേരൊക്കെ ചിലപ്പോൾ ആര്യന് ഇതിനകത്തൊക്കെ മോശം പറഞ്ഞെന്ന് വരാം, കാര്യം വെടിവെച്ച് കൊല്ലണമെന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുക. അങ്ങനെയൊന്നും അല്ല. ആ ഒരു ഇമോഷനകത്ത് കൂടെ കടന്നു പോയേക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ ആ ഒരു വേദന എന്താണെന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂവറിനെ നമ്മൾ നോക്കണം കേട്ടോ. കാര്യം എത്ര രസമായിട്ടാണ് പുള്ളിക്കാരൻ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തത്. കാര്യം ആ അത്രയും ഒരു ഇമോഷനകത്ത് കൂടെ വേണമെങ്കിൽ പുള്ളിക്കാരൻ ആ ഒരു ഇമോഷനെയൊക്കെ മുതലെടുത്തിട്ട് ആ ഒരു ഇൻ്റർവ്യൂവിന് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതിനകത്ത് തന്നെ കുത്തി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പുള്ളി അതല്ല ചെയ്തത്. പുള്ളി ആ ഒരു ഇമോഷനെയൊക്കെ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്ത്. അപ്പോൾ പല ഇൻ്റർവ്യൂവേഴ്സും കണ്ടുപഠിക്കേണ്ട ഒരു ഇൻ്റർവ്യൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇൻ്റർവ്യൂ ആട്ടോ അത്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ എല്ലാവരും മാക്സിമം അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ഇന്നലെ ആര്യയുടെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഈ ഒരു പോർഷൻ ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ടായില്ല. കാര്യം എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നു. അതുകൊണ്ടാണ് ഞാൻ അത് വെക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.